എന്നെ ഒന്ന് പ്രചോദിപ്പിക്കാമോ? സ്നേഹമുള്ള DCL കൂട്ടുകാരെ, അതുൽ ഒരു IT കമ്പനി ഉദ്യോഗസ്ഥനായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ കേൾക്കുകയായിരുന്നു അയാളുടെ ഇഷ്ട ഹോബി. പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അയാൾ പ്രചോദിതനാകും. എല്ലാ കാര്യങ്ങളും ആവേശത്തോടെ ചെയ്യും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ പ്രസംഗകർ പറയുമ്പോൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ അയാൾക്ക് തോന്നും. സ്വന്തം കുറവുകൾ അംഗീകരിക്കാൻ മോട്ടിവേഷൻ സ്പീക്കർ ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് സ്വന്തം കുറവുകൾ വലിയ പ്രശ്നമായി തോന്നില്ല. കുറെ നേരത്തേക്ക് അയാൾ സന്തോഷവാനായിരിക്കും. മനുഷ്യൻ എന്ന മഹാത്ഭുതത്തെ ദൈവം എത്ര വിസ്മയകരമായാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും തന്നിൽ ഇത്രയേറെ കഴിവുകൾ തന്ന ദൈവം എത്ര നല്ലവനാണെന്നും അയാൾ നിർത്താതെ കൂട്ടുകാരോട് പ്രസംഗിക്കും. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അയാളുടെ ചാർജ് തീരും. അയാൾക്ക് മടുപ്പാകും, പ്രചോദനം കുറയും. അയാൾ മനസ്സ് തളർന്ന് ഉന്മേഷം നഷ്ടപ്പെട്ടവനാകും. ഒരു ദിവസം അയാൾ തന്റെ 4-5 കൂട്ടുകാരെ വിളിച്ചുകൂട്ടി. അവരോട് തന്റെ മാനസിക സംഘർഷങ്ങൾ പങ്കുവച്ചു. താൻ വല്ലാതെ മടുത്തുവെന്നും ഈ ജോലി മാത്രമല്ല, ഈ മുറിഞ്ഞ ജീവിതം പോലും തുടരാൻ താല്പര്യമില്ലെന്നും അയാൾ പറഞ്ഞു. തന്റെ കൂട്ടുകാരോട് തന്നെ ഒന്ന് പ്രചോദിപ്പിക്കാൻ അയാൾ അപേക്ഷിച്ചു. എന്നെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കൂ എന്നയാൾ കെഞ്ചിക്കൊണ്ടേയിരുന്നു. ഉടനെ തന്നെ അയാളുടെ കൂട്ടുകാർ എല്ലാവരോടും കൂടി അതുൽ മാന്യനാണ്, മിടുക്കനാണ്, മഹാനാണ് തുടങ്ങി അയാളുടെ നിരവധി നന്മകൾ പറയാൻ തുടങ്ങി. അയാൾക്ക് സന്തോഷമായി. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എണീറ്റ് പറഞ്ഞു, അതുൽ, ഈ മനോഭാവം മാറ്റണം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രശംസകളെയും പ്രചോദന വാക്കുകളെയും കൊതിക്കുന്നത്? ഇത് നല്ല സ്വഭാവമല്ല. കാരണം എപ്പോഴും നമ്മുടെ ചുറ്റും നമ്മെ പ്രചോദിപ്പിക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. പരിഹാരം ഒന്നേയുള്ളൂ, സ്വയം പ്രചോദിപ്പിക്കുക. ആരും പ്രചോദിപ്പിക്കാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്. കാരണം നമ്മൾ നന്നാവുമെന്നതും നമ്മൾ വിജയിക്കുമെന്നതും മറ്റാരുടെയും അത്യാവശ്യമല്ല, നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. കൂട്ടുകാരെ, നമ്മൾ പലരും ഇങ്ങനെയല്ലേ? അമ്മയും അച്ഛനുമൊക്കെ നിരന്തരം പഠിക്കൂ പഠിക്കൂ എന്നും വായിക്കൂ വായിക്കൂ എന്നും കൈയും കാലും പിടിച്ചു പറയുമ്പോഴാണ് നമ്മിൽ പലരും ശരി, ഇത്രയും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അല്പം പഠിച്ചേക്കാം എന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടത് സ്വയം പ്രചോദിപ്പിക്കുവാനുള്ള കഴിവാണ്. അതിന് സ്വയം അറിയുകയാണ് ആദ്യപടി. സ്വന്തം കഴിവുകളും കുറവുകളും കൃത്യമായി മനസ്സിലാക്കുക, തിരുത്താനുള്ളത് തിരുത്തുക, മെച്ചപ്പെടുത്താമെങ്കിൽ പരിശ്രമത്തിലൂടെ കൂടുതൽ മികവിലേക്ക് ഉയരുക. എത്ര പരിശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ തനിമയായി അംഗീകരിക്കുക. നമ്മുടെ ജീവിത വിജയം നമ്മുടെ മാത്രം ആവശ്യമാണ്. മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാനാവില്ല. മറ്റുള്ളവർ എപ്പോഴും പ്രചോദിപ്പിക്കുവാൻ വേണ്ടി ഇനി കാത്തിരിക്കേണ്ട. സ്വയം പ്രചോദിപ്പിച്ച് ഓരോ സാഹചര്യത്തെയും അതിജീവിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനാൽ ആവേശത്തോടെ നമുക്ക് ജീവിതത്തെ ആശ്ലേഷിക്കാം, ആഹ്ലാദത്തോടെ അത്യധ്വാനം ചെയ്യാം, ആസ്വദിച്ച് വിജയിക്കാം, പരാജയത്തെയും വിജയകരമായി അംഗീകരിക്കാം. സസ്നേഹം, സ്വന്തം കൊച്ചേട്ടൻ.